ക്രൈസ്തവ വേട്ടയാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ബസ്തർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനം ടിവിയോട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, BJP സർക്കാർ തങ്ങളോട് ഒരിക്കലും വിവേചനം കാണിച്ചിട്ടില്ല. സർക്കാർ തന്നെ വിവിധ പദ്ധതികളിൽ തങ്ങളെ ഉൾപ്പെടുത്താറുണ്ട്, ഏൽപ്പിക്കാറുണ്ട് എന്നും അദ്ദേഹം ജനം ടിവിയോട് പറയുന്നൊരു സാഹചര്യമാണുള്ളത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. ശ്രീകാന്ത്, നമുക്കിപ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ക്രൈസ്തവ വേട്ട അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ അത് തങ്ങളെ ഏൽപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ സഹകരണത്തോടുകൂടി പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, അത്രത്തോളം സംരക്ഷണമാണ് തങ്ങൾക്ക് അവിടെ സർക്കാർ ഒരുക്കുന്നത് എന്നുകൂടി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദേവിക, ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ജനം ടിവിയുടെ പ്രേക്ഷകരിലേക്കായി ഈ വാർത്ത നമ്മൾ എത്തിക്കുമ്പോൾ നമ്മൾക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഒരു സമയത്ത് ഇപ്പോഴും ഇവിടം അത്യാവശ്യം നന്നായി തന്നെ നക്സൽ പ്രദേശം തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ബസ്തർ ഡിവിഷനിലാണ്. എന്താണ് ബസ്തർ എന്നറിയാവുന്നവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയും ഉണ്ടാകും. അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ളവർക്കും അത്യാവശ്യം ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്കും ബസ്തർ എന്താണെന്ന് മനസ്സിലാകും. ബസ്തർ ഡിവിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നക്സൽ ബാധിത മാവോയിസ്റ്റ് മേഖല എന്നാണ് ബസ്തറിനെ കുറിച്ച് പറയുന്നത്. ആ ബസ്തറിലെ ജഗദൽപൂർ പട്ടണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ പട്ടികവർഗ മേഖലയിലേക്കൊക്കെ തന്നെ പോയിരുന്നു. ഏറ്റവും റിമോട്ടായിട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് പോകാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. കാരണം ഛത്തീസ്ഗഡിൽ നമ്മൾ കേട്ട വാർത്തകൾ, ഇവിടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല തിരുവസ്ത്രമിട്ടുകൊണ്ട് എന്നൊരു വികാരി പറയുന്ന കേട്ടു. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ ചിലർ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എന്ന്. എങ്കിൽ പിന്നെ അത് സത്യമാണോ ശരിയാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഇന്ന് കേരളത്തിലുള്ളത് ജനം ടിവിക്ക് മാത്രമാണ്. നമ്മൾ ബസ്തറിലേക്ക് എത്തി, ബസ്തറിൽ മാധ്യമപ്രവർത്തനം നടത്തുക, ബസ്തറിൽ പുറത്തു നിന്നും വന്ന് റിമോട്ട് ഗ്രാമങ്ങളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാപരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചില മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി നമ്മൾ ആ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ. പക്ഷേ നമുക്ക് എന്താണോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്, എന്താണോ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചത്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നക്സൽ ബാധിത മേഖലയിൽ, മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ 1976 മുതൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ CMI സഭയുടെ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ജനം ടിവിയോട് പറയുന്നു, ഞങ്ങൾക്കിവിടെ മതപ്രചാരണത്തിന് പ്രശ്നങ്ങളില്ല. അദ്ദേഹവും ലോഹയിട്ട് തന്നെയാണ് പുറത്തിറങ്ങി നടക്കുന്നത് 1976 മുതൽ. അദ്ദേഹം പറയുന്നത്, ഇവിടുത്തെ സർക്കാർ ഞങ്ങൾക്കെതിരല്ല, ഇവിടുത്തെ സർക്കാർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഇത് BJPയുടെ സർക്കാരല്ലേ, നിങ്ങളെ ഉപദ്രവിക്കാറില്ലേ എന്നുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളെ ഒരു തരത്തിലും സർക്കാർ ഇവിടെ ഉപദ്രവിക്കാറില്ല എന്ന് മാത്രമല്ല, ബാലഗിരി പോലുള്ള പദ്ധതിയിൽ ഞങ്ങളെ സഹായിക്കാറുണ്ട്. അത് ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. നബാർഡിൻ്റെ പ്രോഗ്രാമുകൾ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. സർക്കാരിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത നക്സൽ മാവോയിസ്റ്റ് പ്രദേശങ്ങളിലേക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഈ ബസ്തർ മേഖലയിലെ ഒരൊറ്റ ആളുകളും ഞങ്ങളെ ഇന്നേ വരെ മോശമായി സമീപിച്ചിട്ടില്ല, ഞങ്ങൾക്കിവിടെ ഒരു വിവേചനം അനുഭവപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ജനം ടിവിയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ദേവിക, ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഈ കേട്ടതൊന്നും അല്ല ശരി, ഈ കേട്ടതിനപ്പുറം വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കണം. സ്വാഭാവികമാണ്, അവരുടെ കൂട്ടത്തിൽ മതപരിവർത്തനത്തിന് അല്ലെങ്കിൽ മത പ്രചാരണത്തിന് പോയ 2 പേർ ജയിലിലായ സാഹചര്യത്തിൽ അവരെ പുറത്തിറക്കാൻ സമയത്ത് പല തരത്തിലുള്ള ന്യായങ്ങളും സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ അവർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കുറ്റം പറയുന്നില്ല. രാഷ്ട്രീയക്കാർ അത് മുതലെടുക്കാനും ശ്രമിക്കും. പക്ഷേ അതിനുമപ്പുറം വസ്തുത എന്താണെന്ന് ജനം ടിവിയുടെ പ്രേക്ഷകർക്ക്, നമുക്ക് എല്ലാവരിലേക്കും എത്തുന്നതിനുള്ള പരിമിതി ഉണ്ടെങ്കിൽ പോലും ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു, യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്. നിങ്ങൾ കേൾക്കുന്നതൊന്നുമല്ല ശരി. ഇതാ ബസ്തർ ബിഷപ്പ് ഈ സംഭവങ്ങൾ ഇവരെല്ലാവരും ദുർഗിൽ നിന്നൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഏതാണ്ട് 4-5 മണിക്കൂർ യാത്രയുണ്ട് ഈ ബസ്തറിലേക്ക്. ആ ബസ്തറിൽ, ഈ ഹോട്ട് ബെഡിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു, ജനം ടിവി സംഘം. അവിടെ നിന്നും നമ്മൾ പറയുന്നത്, ഇവിടെ നടക്കുന്നത് മതപരിവർത്തനവും മതപ്രചാരണവും നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ വേട്ട നടക്കുന്നില്ല എന്ന് ബിഷപ്പ് തന്നെയാണ് തുറന്നു പറയുന്നത്.
ഈ ശ്രീകാന്ത്, അത് നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ. ഈ നടന്നതെല്ലാം വ്യാജ പ്രചരണമാണെന്നും അത്തരത്തിലൊരു കാര്യം ഛത്തീസ്ഗഡിൽ നടക്കുന്നേ ഇല്ല എന്നും നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പക്ഷേ മറ്റൊരു വശത്ത് നമുക്ക് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം, വളരെ വ്യാപകമായി മതപരിവർത്തനം നടക്കാതിരിക്കാനുള്ള ചില നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ആരായാലും തന്നെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ളൊരു സ്റ്റാൻഡിലാണല്ലോ ഇപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ നിൽക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രദേശത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊടിയ ദാരിദ്ര്യമാണ്. അത് നമ്മൾ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാകും. അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇല്ലാത്തത് ഇവിടുത്തെ സർക്കാരിൻ്റെ കുറ്റമല്ല ദേവിക. അത് ഈ 40 വർഷങ്ങളായി ഈ മേഖലയെ വികസനത്തിൽ നിന്നും പിന്നോട്ടടിച്ച ഈ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ പ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവിടെ ഒരു റോഡ് പണിതാൽ യുവന്മാർ ബോംബ് വെച്ച് മൈൻ വെച്ച് അത് ബ്ലാസ്റ്റ് ചെയ്ത് കളയും. ഇവിടെ ഒരു പാലം പണിതാൽ ബോംബ് വെച്ച് ഇവന്മാർ പൊട്ടിച്ച് കളയും. ഇവിടെ സ്കൂളുകളോ മറ്റോ പണിതാൽ അത് അവന്മാർ തകർക്കും. ഇവിടെ നന്നായി പഠിച്ച ആരെങ്കിലും ഗ്രാമത്തിലുണ്ടെങ്കിൽ അവൻ സർക്കാരിൻ്റെ ആളായി മാറുമോ എന്ന ഭയത്തിൽ അവനെ കൊന്നുകളയും. ഒന്ന് ആലോചിക്കണം, ഒരു മന്ത്രിയെയും കോൺഗ്രസിൻ്റെ ഈ കടന്ന് പ്രതിഷേധിച്ച കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, അവരുടെ നേതാക്കളെയും അടക്കം 34 പേരെ ഒരേ ദിവസം ഒരേ സമയം വെടിവെച്ച് കൊന്ന സ്ഥലത്താണ് ഇന്നലെ ഞങ്ങൾ പോയത്, ജനം TV സംഘം പോയത്. അത്രയധികം വലിയ മാവോയിസ്റ്റ് ബാധിത മേഖലയാണ് ഇവിടം. ആ സ്ഥലത്ത് സർക്കാരിന് കയറി ചെല്ലാൻ കഴിയില്ല. ആ സ്ഥലത്ത് സർക്കാരിന് വികസന പദ്ധതികൾ നടത്താൻ കഴിയില്ല. ഇച്ഛാശക്തിയുള്ള ഭരണകൂടം കേന്ദ്രത്തിൽ വരികയും അമിത്ഷായുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സമാധാൻ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഒറ്റ എണ്ണത്തിനെ പുറത്തേക്ക് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. പേടി ഈ പറയുന്ന മാവോയിസ്റ്റുകൾക്കും ഉണ്ട കയറും എന്ന പേടി. അതിനാൽ ഒറ്റ എണ്ണത്തിനെ പുറത്തേക്ക് കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണ് ഇവിടുത്തെ ഈ മതപരിവർത്തനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. ഇപ്പോഴത് മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം വികസനം ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ദേവിക ഉറപ്പിച്ച് പറയാം, ഈ കേട്ട നരേറ്റീവുകൾ ഒന്നുമല്ല ശരി. നിങ്ങൾ ബസ്തറിലേക്ക് വരൂ, നിങ്ങൾ ദന്തേവാഡയിലേക്ക് വരൂ, നിങ്ങൾ സുഗ്മയിലേക്ക് വരൂ, നിങ്ങൾ ഇവിടെ വന്ന യാഥാർത്ഥ്യം തിരിച്ചറിയൂ.